ഈ സ്ഥലത്ത് പോയി നിങ്ങളും ക്രിയേറ്റീവ് ആകും. ആ സ്ഥലം ഏതെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ബിനാലയിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ ആസ്പിൻ മോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമായി പല സ്ഥലങ്ങളിൽ ബിനാല നടക്കുന്നുണ്ട്. ബിനാല കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. പ്രായമനുസരിച്ച് ആളുകൾക്ക് പല വിലയിലുള്ള ടിക്കറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു അഡൾട്ടിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് 150 രൂപയാണ് വരുന്നത്. ഇപ്പോൾ നടക്കുന്നത് 5ാമത്തെ ബിനാലയാണ്. ഏപ്രിൽ 10 വരെ ഈ ബിനാല കാണും. 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ ബിനാല കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിംഗപ്പൂരിയൻ ആർട്ടിസ്റ്റായ ഷുബക്കി റാവു ആണ് ഈ ബിനാല ഓർഗനൈസ് ചെയ്യുന്നത്. തൊണ്ണൂറിലേറെ ആർട്ടിസ്റ്റുകൾ പല രാജ്യങ്ങളിൽ നിന്നും ഈ ആർട്ട് എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഈ ബിനാല നടക്കുന്നത്. കൊറോണ വൈറസ് പാൻഡമിക് കാരണമാണ് ഈ 4 വർഷത്തേക്ക് ഈ ബിനാല മാറ്റിവെക്കേണ്ടി വന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ആസ്പിൻ മോളിൽ നടക്കുന്ന ബിനാലയാണ്. ആസ്പിൻ മോൾ ആൻഡ് കമ്പനി എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസാണ്. ഇംഗ്ലീഷ് ട്രേഡറായ ജോണസ് ആസ്പിനാണ് ഈ എൻ്റർപ്രൈസ് തുടങ്ങിയത്. 1867 സ്കോട്ട് ബ്രദേഴ്സിൽ നിന്നും ബിസിനസ് അക്വയർ ചെയ്ത ശേഷമാണ് ആസ്പിൻ മോൾ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഈ എൻ്റർപ്രൈസ് തുടങ്ങിയത്. 1884 ശേഷം WN ബ്ലാക്ക് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഇതിൻ്റെ അധികാരവും നിയന്ത്രണവും കിട്ടി. ഇതിനുശേഷം ഇതിൻ്റെ അധികാരവും നിയന്ത്രണവും ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ കയ്യിൽ കിട്ടുന്നു. ആസ്പിൻ മോൾ ആൻഡ് കമ്പനി എന്ന് പറയുന്ന എൻ്റർപ്രൈസ് ഇന്ത്യൻ കോഫി ബീൻസ്, റബ്ബർ, ചകിരി ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ, അവയുടെ എക്സ്പോർട്ടും മറ്റു ഷിപ്പിംഗ് സർവീസുകളാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 22 ആർട്ട് ലേണിംഗ് സെൻറ്റേഴ്സുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ മുള കൊണ്ട് ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനരികിൽ തന്നെ മുളകൾ കൊണ്ട് തന്നെ കുറച്ച് സംഗീത ഉപകരണങ്ങൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ കുറച്ച് ഉപകരണങ്ങൾ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബിനാല കാണാൻ എത്തുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു കഫ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാൾ കൂടുതലായിട്ടാണ് ഇവിടുത്തെ കഫ ചാർജ് ചെയ്യുന്നത്. ഈ വർഷത്തെ ബിനാലയിൽ മുൻ വർഷങ്ങൾ ഉണ്ടായിരുന്ന പോലത്തെ വളരെ കൗതുകം ഉണ്ടാക്കുന്ന ആർട്ട് വർക്കുകൾ ഈ വർഷം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും നിങ്ങൾ ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരിക.